ഇന്ന് ചപ്പാത്തിയിലൊരു വെറൈറ്റി നോക്കിയാലോ നമുക്ക്. ഞാൻ നമ്മുടെ സാധാ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കണ ആട്ടപ്പൊടി എടുത്ത് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ എല്ലാം കൂടെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അതിലേക്ക് ഒഴിക്കണത് തിളച്ച വെള്ളം കുഴച്ച് ഞാൻ വലിയൊരു സോഫ്റ്റ് ബോളാക്കി എടുക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ കൗണ്ടർ ടോപ്പിലിട്ട് പരത്താൻ സമ്മതിക്കില്ലേ, അതുകൊണ്ട് ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ആട്ടപ്പൊടി എന്നിട്ട് നമ്മുടെ വലിയ ബോളിനെ വലുതാക്കി പരത്തി എടുക്കുന്നുണ്ട് കേട്ടാ. ഞാൻ ഈ മെത്തേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷത്തോളൊക്കെ ആയിട്ടാ. എനിക്ക് തോന്നുന്നു ഉരുളയൊക്കെ കൂട്ടി പരത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ചെയ്യണതാണ് എന്ന്. വലുതാക്കി പരത്തിയതിന് ശേഷം ഞാൻ എടുക്കണത് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് കറി കൊണ്ടുപോകാൻ എടുക്കണ പാത്രമാണ് കേട്ടോ. കുഞ്ഞു പാത്രമല്ലേ, അതാണ് കേട്ടോ. അത് വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഒട്ടും വേസ്റ്റേജും വരില്ല കേട്ടോ. നമ്മൾ ഈ മുക്കും മൂലയും അരികൊക്കെ നമ്മൾ പിന്നെയും കുഴച്ചിട്ട് ഇതേപോലെ ചെയ്യുവേ. പിന്നെ നമ്മൾ ഈ കുഞ്ഞു ചപ്പാത്തികളെയൊക്കെ പെറുക്കിയിട്ട് പരത്തിയെടുക്കൂട്ടാ. ഞാൻ എപ്പോൾ ചപ്പാത്തി പരത്തിയാലും ഏതെങ്കിലും രാജ്യത്തിന്റെ മേപ്പാവാണ് ചെയ്യാറ് കേട്ടാ. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ എനിക്ക് ചപ്പാത്തി കിട്ടുകയും ചെയ്യും കേട്ടാ. ഇതേ കണ്ടില്ലേ, സോ സിമ്പിൾ കേട്ടാ. ഒരു 10-25 ചപ്പാത്തിയൊക്കെ ഞാനൊരു 5-10 മിനിറ്റിലുള്ള റെഡിയാക്കി എടുക്കൂട്ടാ. ഇതിൽ ഞാൻ പറഞ്ഞ പഞ്ചസാരയും കോഴിമുട്ടയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ചില സമയത്ത് ഞാനൊരു നുള്ള് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പൊടി കുഴക്കണ സമയത്ത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.